ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുഡ് ടെക്നോളജിയിൽ തന്നെ GMP എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ട്. നിങ്ങൾക്ക് HSCCBൻ്റെ തൊട്ട് മുകളിലായിട്ട് കാണാം. ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് എന്ന് പറയുന്നുള്ള ആ പ്രാക്ടീസസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ജനറലായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം, എങ്കിലും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കിവിടെ കുറച്ചധികം പോയിന്റ്സ് കിട്ടുമായിരിക്കും. ഓക്കെ, നമുക്കറിയാം ഫുഡ് ഇൻഡസ്ട്രിയാണ് നമ്മുടെ വേൾഡിന് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഫുഡ് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അവിടെ ഡിമാൻഡ് ഓഫ് ഫുഡ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരികയാണ്. നമുക്കറിയാം നമ്മുടെ പോപ്പുലേഷൻ, വേൾഡിനകത്ത് തന്നെ പോപ്പുലേഷൻ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഇൻക്രീസിങ് പോപ്പുലേഷനനുസരിച്ചിട്ട് ഫുഡ് പ്രൊഡക്ട്സിനുള്ള ഡിമാൻഡും കൂടിക്കൂടി വരികയാണ്. അങ്ങനെ ഈ ഡിമാൻഡ് കൂടുമ്പോൾ നമുക്ക് സേഫ് അല്ലാത്ത, അതായത് ക്വാളിറ്റി അല്ലാത്ത ഫുഡ്സൊന്നും നമുക്കൊരിക്കലും കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ഇപ്പോൾ ഡിമാൻഡ് കൂടിയിട്ടുണ്ടെങ്കിലും ആ ഫുഡിൻ്റെ സേഫ്റ്റിയും ക്വാളിറ്റിയും നമ്മൾ എൻഷുർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആൾക്കാരെല്ലാവരും ഹൈ ക്വാളിറ്റിയുള്ള ഫുഡ്സ് അല്ലേ, അങ്ങനെയുള്ള സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ, ഫുഡ്സ് വാങ്ങിക്കുന്നുള്ളൂ. ഇപ്പോൾ GMP സർട്ടിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോഴും എപ്പോഴും GMP സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. ഈ GMP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മളെ ഫുഡ് സേഫ്റ്റിയും അതുപോലെ തന്നെ ക്വാളിറ്റിയും എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്, സേഫ്റ്റിയും ക്വാളിറ്റിയും എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് എന്തെന്ന് പറയുന്നത്, GMP എന്ന് പറയുന്നത്. ഈ GMPനകത്ത് ഒരുപാട് ഗൈഡ് ലൈൻസും അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സും ഉണ്ട്. GMP എന്ന് പറയുമ്പോൾ നമ്മൾ HSCCBനകത്ത് ഒരുപാട് പ്രിൻസിപ്പിൾസും കാര്യങ്ങളല്ലേ പറഞ്ഞത്. അതിനകത്ത് എങ്ങനെയാണ് ആ പ്രശ്നം മനസ്സിലാക്കിയിട്ട് അതെങ്ങനെയാണ് ശരിയാക്കുന്നതെന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് കണ്ടാമിനേറ്റഡ് ആവാതെ, അതായത് ഫുഡിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുന്നുള്ള ഗൈഡ് ലൈൻസും അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സും ആണ് GMPനകത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഗൈഡ് ലൈൻസും പ്രൊസീജിയേഴ്സും നമ്മൾ ഫുഡിൻ്റെ പ്രൊഡക്ഷൻ്റെ ടൈമിൽ, അതുപോലെ തന്നെ ഫുഡിൻ്റെ പാക്കേജിങ്ങിൻ്റെ സമയത്ത്, ഫുഡിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത്, അതുപോലെ തന്നെ ഫുഡിൻ്റെ സ്റ്റോറേജിൻ്റെ ടൈമിൽ നമ്മളിത് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിലും നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ഫുഡിൽ വരുന്നുള്ള എന്തെങ്കിലും റിസ്ക്കും കാര്യങ്ങളും, അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഫുഡ് ബോൺ ഇൽനെസ് ഒക്കെ നമുക്ക് കുറക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സേഫ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് 2 റീസൺ ആണുള്ളത്. മെയിനായിട്ട് പല റീസൺസ് ഉണ്ട് കേട്ടോ, 2 അല്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞതായിരുന്നു സേഫ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫുഡിൽ ഒരു തരത്തിലുള്ള റിസ്ക്കും ഇല്ലാത്ത നല്ല ക്വാളിറ്റി ഫുഡ് പ്രോഡക്ട്സ് നമുക്ക് കൊടുക്കാൻ പറ്റും, GMP. അപ്പോൾ നമുക്ക് GMPൻ്റെ ഫോളോയിങ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് GMPs ഈസ് എസെൻഷ്യൽ. എന്തുകൊണ്ടാണ് GMPs എസെൻഷ്യൽ ആയിട്ട് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്നത് എൻഷുറിങ് ഫുഡ് സേഫ്റ്റി അല്ലേ, ഫുഡ് സേഫ്റ്റി, എൻഷുറിങ് ഫുഡ് സേഫ്റ്റി. അപ്പോൾ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫുഡ് സേഫ്റ്റി എൻഷുർ ചെയ്യുക. സോ നമ്മൾ ഈ GMP ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത്, അതായത് GMP സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫുഡ് എപ്പോഴും ഫ്രീ ഫ്രം കണ്ടാമിനേഷൻ ഉണ്ടാവില്ല, അഡൾട്രേഷൻ ഉണ്ടാവില്ല, അതുപോലെ തന്നെ ബാക്കിയുള്ള ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസും അതിനകത്ത് പ്രസൻ്റ് ആയിരിക്കില്ല. അതാണ് നമ്മൾ ഫുഡ് സേഫ്റ്റിയിലൂടെ ഉദ്ദേശിക്കുന്നത്. എൻഷുറിങ് ഫുഡ് സേഫ്റ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംപ്ലിമെൻറ്റിംഗ് GMP എൻഷുവേഴ്സ് ഫുഡ് പ്രൊഡക്ട്സ് ആർ ഫ്രീ ഫ്രം കണ്ടാമിനേഷൻ, അഡൾട്രേഷൻ ആൻഡ് ഹാംഫുൾ സബ്സ്റ്റൻസസ്. ഓക്കെ, അതിലൂടെ നമുക്ക് പറയാം എൻഷുറിങ് ഫുഡ് സേഫ്റ്റി. അതാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീറ്റിംഗ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ്. ഇതിപ്പോൾ ഇന്ത്യയിലല്ല, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ്, ബാക്കിയുള്ള പല രാജ്യങ്ങളിലും ഈ പറഞ്ഞിരിക്കുന്ന ലീഗൽ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന GMP പ്രാക്ടീസ് ചെയ്ത ഫുഡ് മാത്രമേ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചില കൺട്രീസ് അത് ചെയ്യാറുണ്ട്. അതാണ് മീറ്റിംഗ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലുള്ള കൺട്രീസിൽ ആ പറഞ്ഞിരിക്കുന്ന GMPയിലെ റെഗുലേഷൻസും അതുപോലെ തന്നെ അതിൻ്റെ ഗൈഡ് ലൈൻസും ഫോളോ ചെയ്തില്ലെങ്കിൽ അവർക്ക് ലീഗൽ ആക്ഷൻ ഉണ്ടാവും. അതായത് ഫൈൻ പോലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വരും, പണിഷ്മെൻറ്റ് ഉണ്ടാവും. അത് ചില കൺട്രീസിൽ. ഇന്ത്യയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് പറയുന്നത് എൻഹാൻസിങ് ബ്രാൻഡ് റെപ്യൂട്ടേഷൻ. അതായത് നമ്മളൊരു GMP ഫുഡ് പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ കൺസ്യൂമേഴ്സിന് ഒരു ട്രസ്റ്റ് ഉണ്ടാവുകയും അവർ നമ്മുടെ സാധനങ്ങൾ പിന്നീടും വാങ്ങിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കൊരു ബ്രാൻഡ് റെപ്യൂട്ടേഷൻ അവിടെ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇൻക്രീസിങ് എഫിഷ്യൻസി. ഇപ്പോൾ നമ്മൾ ഈ GMP പ്രാക്ടീസസ് ഒക്കെ കൊണ്ട് വരുമ്പോൾ നമുക്ക് വേസ്റ്റേജ് കുറക്കാൻ സാധിക്കും. അങ്ങനെ പലതരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, മൊത്തത്തിലുള്ള പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം ഇൻക്രീസിങ് എഫിഷ്യൻസി എന്ന് പറയാം. അതും ഈ പറഞ്ഞിരിക്കുന്ന GMPൻ്റെ ഒരു എസെൻഷ്യൽ കോമ്പോണൻ്റ് ആണ്. പിന്നെ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന GMP പ്രാക്ടീസ് ഒക്കെ ഫോളോ ചെയ്തിട്ടാണ് ഒരു ഫുഡ് ഉണ്ടാക്കുന്നതെങ്കിൽ അവിടെ നല്ല ഹൈ ക്വാളിറ്റിയിലെ ഫുഡും അതുപോലെ തന്നെ കസ്റ്റമറിൻ്റെ എക്സ്പെക്റ്റേഷൻസ് അവർക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു കസ്റ്റമറിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നു.
എല്ലാ കാര്യങ്ങളും ഉണ്ടാവുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എസെൻഷ്യൽ പാർട്ട് ഓഫ് എന്തെന്ന് പറയുന്നത് GMP എന്ന് പറയുന്നത്. ഇനി ചില GMPs പറയാം. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു GMP റെഗുലേഷൻസും ഗൈഡ് ലൈൻസും ഫോളോ ചെയ്താൽ അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ GMPൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് ഒന്നെന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ക്ലെൻലിനെസ്. ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഇതിനകത്ത് വരുന്നുള്ളത്. ആദ്യം നമുക്ക് കുറച്ചെണ്ണം പറയാം. അതിനകത്ത് ഫസ്റ്റ് വരുന്നുള്ളത് മെയിൻറ്റെയിൻ ക്ലെൻലിനെസ് എന്ന് പറയുന്നത്. അതായത് പ്രോപ്പറായിട്ടുള്ള സാനിറ്റേഷൻ പ്രാക്ടീസസ്. ഇപ്പോൾ നമ്മളൊരു ഫുഡ് ഇൻഡസ്ട്രിനകത്ത് ക്ലെൻലിനെസ് എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള ക്ലെൻലിനെസ് നമ്മൾ നോക്കണം. പ്രോപ്പറായിട്ടുള്ള സാനിറ്റേഷൻ പ്രാക്ടീസസ് നമ്മൾ കൊണ്ടുവരണം. പിന്നെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ എക്യുപ്മെൻറ്റും നമ്മൾ കറക്റ്റായിട്ട് സാനിറ്റൈസ് ചെയ്യണം. സർഫസ് ക്ലീൻ ചെയ്യണം. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കണ്ടാമിനേഷൻ ഇല്ലാണ്ടിരിക്കാൻ സാധിക്കുള്ളൂ. പിന്നെ പേഴ്സണൽ ഹൈജീൻ, അതായത് അവിടെ വർക്ക് ചെയ്യുന്നുള്ള ഓരോ എംപ്ലോയിയും പേഴ്സണൽ ഹൈജീൻ ഫോളോ ചെയ്തതായിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ആ ഒരു പ്രൊഡക്ഷൻ ഏരിയയിൽ പോകുന്നതിന് മുന്നേ ആയിട്ടും ശേഷമായിട്ടും നമ്മൾ ഹാൻഡ്സ് വാഷ് ചെയ്യണം. അതുപോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ള ക്ലോത്ത്സ് ആയിട്ടാണ് നമ്മൾ ധരിക്കേണ്ടത്. ഗ്ലൗസ് വേണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹെയർ അത് നല്ല വൃത്തിയിൽ കവർ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ അസുഖം ബാധിച്ച ഒരാളും ഈ പറഞ്ഞിരിക്കുന്ന ഫുഡുമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പാടില്ല. അതൊക്കെയാണ് പേഴ്സണൽ ഹൈജീനിൽ വരുന്നത്. പിന്നെ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ, അതായത് ഈ എംപ്ലോയീസിനെയും അതുപോലെ തന്നെ അവിടെയുള്ള മൊത്തം വർക്കേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞിരിക്കുന്ന ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ കാര്യങ്ങളും അതെങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. അതിനെക്കുറിച്ചൊരു അവയർനെസ് കൊടുക്കുക. അതാകുമ്പോൾ അവർ എങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നൊക്കെ അവർക്കൊരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക വർക്കേഴ്സിന്. പിന്നെ എക്യുപ്മെൻറ്റ് മെയിൻ്റെനൻസിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ റെഗുലറായിട്ട് നമ്മൾ ഈ എക്യുപ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലാണ്ട് എപ്പോഴും അത് റെഗുലറായിട്ട് കാലിബ്രേറ്റ് ചെയ്താൽ വെച്ചാൽ മാത്രമേ നമുക്ക് പുറമേ നിന്നുള്ള മൈക്രോബിയൽ കണ്ടാമിനേഷനൊക്കെ ഈ എക്യുപ്മെൻറ്റിൽ നിന്ന് വരുന്നുള്ള കണ്ടാമിനേഷനൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ ഒരു സാധനമാണ് റോ മെറ്റീരിയൽസ്. ഈ റോ മെറ്റീരിയൽ കീപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യുന്നതും അതുപോലെ തന്നെ ഹാൻഡിൽ ചെയ്യുമ്പോഴും കണ്ടാമിനേഷൻ ഇല്ലാണ്ടിരിക്കാനുള്ള രീതിയിലായിരിക്കണം നമ്മളതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓക്കെ, പ്രോപ്പർ സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് റോ മെറ്റീരിയൽസ് ക്യാൻ പ്രിവെൻറ്റ് കണ്ടാമിനേഷൻ. റോ മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ റെക്കോർഡ് കീപ്പ് ചെയ്യുക. അതായത് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ടായി, അതായത് ഇങ്ങനൊരു കാര്യത്തിലൂടെ നമുക്ക് കണ്ടാമിനേഷൻ കോസ് ചെയ്തു, അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഫർദർ നമുക്ക് പിന്നീട് ആ ഒരു സോഴ്സിലൂടെ കണ്ടാമിനേഷൻ വരുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഒന്നാണ് പെസ്റ്റ് കൺട്രോൾ. എന്താണ് നമ്മൾ പെസ്റ്റിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള വഴികൾ നോക്കുക. പെസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഫുഡ് കണ്ടാമിനേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെയാണ് ടെമ്പറേച്ചർ കൺട്രോൾ. അതായത് ഒരു പ്രോപ്പർ ടെമ്പറേച്ചർ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഹാംഫുൾ ബാക്ടീരിയൻ്റെ ഗ്രോത്ത് അവിടെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതിലൂടെ തന്നെ നമുക്ക് ഫുഡിൻ്റെ ഒരു നല്ല ക്വാളിറ്റിയിലുള്ള അതുപോലെ തന്നെ സേഫ് ആയിട്ടുള്ള ഫുഡ് നമുക്കവിടെ ഉണ്ടാക്കാൻ പറ്റും. അത്രയാണ് കുറച്ചൊക്കെ GMPസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി GMPൻ്റെ ഇമ്പോർട്ടൻസ് പറയുമ്പോൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ്? ഒന്നെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഫുഡ് സേഫ് ആയിരിക്കും, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, നമുക്ക് GMPയിലൂടെ ഷെൽഫ് ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റോറേജ് ടൈം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. എല്ലാ ഫുഡ് പ്രൊഡക്ട്സിൻ്റെയും ഷെൽഫ് ലൈഫ് അല്ലെങ്കിൽ സ്റ്റോറേജ് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഈ GMPയിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. അത് അതിൻ്റെ നല്ലൊരു ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് പറയാം, എക്സ്റ്റെൻഡ് ഷെൽഫ് ലൈഫ്. പിന്നെ എന്താണ്, ഫുഡിൻ്റെ റിസ്ക് നമുക്കവിടെ കുറക്കാൻ സാധിക്കുന്നുണ്ട്. റിഡ്യൂസ് ദ റിസ്ക് ഓഫ് എ പ്രൊഡക്റ്റ്. ഏതെങ്കിലും ഒരു ഫുഡ് പ്രൊഡക്റ്റിൻ്റെ നമ്മൾ നല്ല ക്വാളിറ്റി ഫുഡൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ റിസ്ക് ഉണ്ടാവുന്നില്ല. പിന്നെ ഫുഡ് ബോൺ ഇൽനെസ്സിൻ്റെ റിസ്ക് അവിടെ കുറയ്ക്കുന്നുണ്ട്. റിസ്ക് ഓഫ് ഫുഡ് ബോൺ ഇൽനെസ് ഉണ്ടാവുന്നുള്ളതിൻ്റെ റിസ്ക് അവിടെ കുറക്കുന്നുണ്ട് അല്ലേ. നമ്മൾ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യും, പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യും, പ്രോപ്പറായിട്ട് പാക്ക് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കണ്ടാമിനേഷൻ വരാനുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ റിസ്ക് ഓഫ് ഫുഡ് ബോൺ ഇൽനെസ് അവിടെ ഇല്ലാണ്ടാവുന്നു അല്ലേ, റിസ്ക് ഇല്ല. നെക്സ്റ്റ് എന്താണ്, റീപ്രോസസ്സിങ്ങിൻ്റെ കാര്യം വരുന്നില്ല. അതായത് നമ്മൾ HACCP പറഞ്ഞില്ലേ, എന്താണ്, ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്റ്റിലെത്തി കഴിഞ്ഞിട്ട് നമുക്കത് ഡിസ്കാർഡ് ചെയ്യേണ്ടി വരുന്നു, എന്നിട്ട് നമ്മൾ വീണ്ടും അതിനെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നുള്ളത്, റീപ്രോസസ്സിംഗ് ആണ് ചെയ്യുന്നുള്ളത്. പക്ഷേ ഇവിടെ ആകുമ്പോൾ നമ്മൾ ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ് ഫോളോ ചെയ്താൽ പ്രൊഡക്റ്റ് നമുക്ക് ഡിസ്കാർഡ് ചെയ്യേണ്ടി വരുന്നില്ല, റീപ്രോസസ്സിൻ്റെ ആവശ്യകതയും വരുന്നില്ല. പിന്നെ പ്രൊഡക്റ്റിൻ്റെ റിജക്ഷൻസ് വരും അല്ലേ, നല്ല പ്രൊഡക്റ്റ് അല്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ റിജക്റ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ കംപ്ലയിൻറ്റ്സ് വരാറുണ്ട്, റിട്ടേൺ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇല്ലാണ്ടിരിക്കാനും നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന GMP കൊണ്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് ആ ബിൽഡിങ്. ഇപ്പോൾ നമ്മൾ ഫുഡ് ഇൻഡസ്ട്രി ഉണ്ട്, ആ ഫുഡ് ഇൻഡസ്ട്രീൻ്റെ ബിൽഡിങ്ങിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ വാൾസും അതുപോലെ തന്നെ വിൻഡോസിൻ്റെയും കാര്യം പറയുമ്പോൾ ഈ വാളെന്ന് പറയുന്നത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള നോൺ ടോക്സിക് ആയിട്ടുള്ള ഈസിലി ക്ലീനബിൾ ആയിട്ടുള്ള സർഫസ് ഉണ്ടായിരിക്കണം.
വാൾസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ വാട്ടർ, അതുപോലെ തന്നെ സാനിറ്റൈസറൊന്നും വലിച്ചെടുക്കാൻ പറ്റാത്ത അങ്ങനത്തെ തരത്തിലുള്ള വാൾസ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കേണ്ടത്. പിന്നെ ഒരു തരത്തിലുള്ള ക്രാക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഹോൾസ് ഇതൊന്നും വാൾസിനകത്ത് കാണാൻ പാടില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, പെസ്റ്റൊക്കെ കയറി വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഡസ്റ്റ് കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഉണ്ടാകാൻ പാടില്ല. വാളിനകത്ത് ഡസ്റ്റ്, ഡേർട്ട്, അതുപോലെ തന്നെ പെയിൻറ്റ്, ഇളകി വരുന്ന പെയിൻ്റൊക്കെ ഉണ്ടാവില്ലേ, അതൊന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ എന്തെങ്കിലും ഇത് തരത്തിലുള്ള ക്രാക്കോ അല്ലെങ്കിൽ ഹോൾസോ ഉണ്ടെങ്കിൽ അത് മൊത്തം സീല് ചെയ്തിട്ട് ഉണ്ടായിരിക്കണം. അത് മൊത്തം നമ്മൾ സീൽ ചെയ്തിട്ട് വേണം ചെയ്യാൻ. പിന്നെ നമ്മൾ ഈ വാൾസിനകത്ത് തന്നെ ചില പൈപ്പും അതുപോലെ തന്നെ വയറിങ്ങിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങൾ, വാട്ടർ കണക്ഷന് വേണ്ടി ചെയ്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമ്മൾ പ്രോപ്പർലി സീൽ ചെയ്തിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ അതിനകത്തൂടെ പെസ്റ്റും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്, കണ്ടാമിനേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. പിന്നെ നമ്മുടെ ഗ്ലാസ്, വിൻഡോസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അതിൻ്റെ ഗ്ലാസ് എപ്പോഴും എന്തായിരിക്കണം, ബ്രോക്കൺ ആയിട്ടുള്ളതോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഡസ്റ്റ്, ഡേർട്ട്, മോൾഡ് അതുപോലുള്ള കാര്യങ്ങളൊന്നും ഗ്ലാസ്സിനകത്ത് കാണാൻ പാടില്ല. പിന്നെ നോക്കാനുള്ളത് ഇലക്ട്രിക്കൽ ബോക്സസ്. നമ്മുടെ വാൾസിനകത്ത് ഒരുപാട് ഇലക്ട്രിക്കൽ ബോക്സസ് ഉണ്ടാവും അല്ലേ, അതെന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, തുരുമ്പ് പിടിച്ച റസ്റ്റ് ഫ്രീ ആയിരിക്കണം. അതുപോലെ തന്നെ അവിടെയും പെയിൻ്റ് ഒന്നും ഇളകി വീഴുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഡസ്റ്റ്, ഡേർട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഇലക്ട്രിക്കൽ ബോക്സിൽ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ, അതൊന്നും വരാൻ പാടില്ല. പിന്നെ അതും എന്താണ്, മൊത്തത്തിൽ കറക്റ്റായിട്ട് സീൽ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഈ പെസ്റ്റിൻ്റെ കണ്ടാമിനേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ബിൽഡിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി എംപ്ലോയീസിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ, എംപ്ലോയീസ് എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യണം എന്ന് പറയുമ്പോൾ ഗൈഡ് ലൈൻസ് ആണ്. എംപ്ലോയീസിനുള്ള ഗൈഡ് ലൈൻസ് ഒന്ന് നമ്മൾ പറഞ്ഞില്ലേ, എന്താണ്, നമ്മൾ കൈയും എപ്പോഴും നമ്മൾ ഹാൻഡ് വാഷ് എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ സോപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഹാൻഡ് വാഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ ടു ദ ബിഗിനിങ് ഓർ റിട്ടേണിങ് ടു ഹാൻഡ്ലിങ് ഫുഡ്, നമ്മൾ ഫുഡ് ഹാൻഡ്ലിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഫുഡ് ഹാൻഡ്ലിങ്ങിലോട്ട് പോകുമ്പോൾ, ഫുഡ് ഹാൻഡ്ലിങ്ങിൽ നിന്ന് നമ്മൾ റിട്ടേൺ ചെയ്തിട്ട് വരുമ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ എന്താണ്, ഹാൻഡ് വാഷ് ചെയ്തിരിക്കണം. പിന്നെ ഒന്ന് നമ്മുടെ ഹെയർ ഒരിക്കലും ലൂസായിട്ട് ഉണ്ടാവാൻ പാടില്ല. അതെപ്പോഴും നമ്മൾ എന്താണ്, ടൈറ്റായിട്ട് കെട്ടി വെച്ചിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഹെയർ നമ്മൾ കവർ ചെയ്ത് വെക്കണം. ഓക്കെ. പിന്നെ ഹെഡ് കവറിങ് നമ്മളെപ്പോഴും യൂസ് ചെയ്തിട്ടുണ്ടാവണം. ലൂസ് ഹെയർ ആയിട്ട് നമ്മൾ ഒരിക്കലും ഈ പ്രൊഡക്ഷൻ ഏരിയനകത്ത് കയറാൻ പാടില്ല. പിന്നെ സ്നീസിങ്, അതുപോലെ തന്നെ കഫിങ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താണ്, സ്കിന്നിന് എന്തെങ്കിലും അലർജീസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്റ്റഡ് കണ്ടീഷൻസ് ഒക്കെ ഉള്ള ആൾക്കാർ ഈ പ്രൊഡക്ഷൻ ഏരിയനകത്ത് കയറാനേ പാടില്ല. പിന്നെ നമ്മുടെ ഡ്രസ്സ് എന്ന് പറയുന്നത് നല്ലൊരു യൂണിഫോം ഉണ്ടാവും. ഓക്കെ. യൂണിഫോം ധരിച്ചിട്ടായിരിക്കണം എംപ്ലോയീസ് പ്രൊഡക്ഷൻ ഏരിയയിൽ കിടക്കേണ്ടത്. ഈ യൂണിഫോം എന്ന് പറയുന്നത് ഡെയിലി നമ്മൾ ചേഞ്ച് ചെയ്യണം. ഓക്കെ, ഡെയിലി നമ്മൾ ചേഞ്ച് ചെയ്യണം. പിന്നെ ഷർട്ട്സ് ഒക്കെ ആണെങ്കിൽ ഷർട്ട്സിൻ്റെ ഫസ്റ്റ് ബട്ടൺ തൊട്ട് ലാസ്റ്റ് ബട്ടൺ വരെ നമ്മൾ എന്താണ്, കറക്റ്റായിട്ട് അത് ബട്ടൺ ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഇൻഷേർട്ട് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അതാണ് യൂണിഫോമിൻ്റെ കേസിൽ. ഡെയിലി ക്ലീൻ ചെയ്യണം, ഡെയിലി മാറ്റുന്ന യൂണിഫോം ആയിരിക്കണം. 2 ദിവസമൊന്നും ഒരു യൂണിഫോമും യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ജ്വല്ലറീസിൻ്റെ കേസിൽ പറയുമ്പോൾ ഒരു തരത്തിലുള്ള റിങ്സോ അതുപോലെ തന്നെ നെക്ലേസ് അല്ലെങ്കിൽ എന്താണ് ഇയറിങ്സ് അങ്ങനത്തെ ഒരു കാര്യത്തിലുള്ള ഒരു ജ്വല്ലറി നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. എക്സെപ്ഷൻ വരുന്നുള്ളത് ആകത്തിൽ നമ്മുടെ എന്താണ്, നമ്മുടെ വെഡ്ഡിങ് മാല ഉണ്ടാവില്ല, അത് മാത്രമാണ് എക്സെപ്ഷനായിട്ട് വരുന്നില്ല. ബാക്കിയുള്ള വാച്ച് അതുപോലെ തന്നെ എല്ലാ ജ്വല്ലറീസും നമ്മൾ റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് സ്മോക്കിങ്, അതുപോലെ തന്നെ ചൂയിങ് ടൊബാക്കോ അല്ലെങ്കിൽ സ്പിറ്റിങ്, ഈ വക കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യാൻ പാടില്ല, ഈ പ്രൊഡക്ഷൻ ഏരിയനകത്ത് ചെയ്യാൻ പാടില്ല. പിന്നെ ഫുഡ് കൺസ്യൂം ചെയ്യാനോ അതുപോലെ തന്നെ ബിവറേജിൻ്റെ കൺസംഷനോ ആ പറഞ്ഞിരിക്കുന്ന ഫുഡ് പ്രൊഡക്ഷനകത്ത് പാടില്ല. പിന്നെ നെയിൽ പോളിഷ് യൂസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ പെർഫ്യൂംസ് യൂസ് ചെയ്യാൻ പാടില്ല. പ്രൊഡക്ഷൻ ഏരിയതിനകത്ത് നെയിൽ പോളിഷ് അല്ലെങ്കിൽ പെർഫ്യൂംസ് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സ്, അതായത് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതോ അല്ലെങ്കിൽ ഗ്ലാസ് തെർമോമീറ്റേഴ്സോ ഈ പ്രൊഡക്ഷൻ ഏരിയനകത്ത് കടത്താൻ പാടില്ല. പിന്നെ ഗുഡ് ഹൗസ് കീപ്പിംഗ് ആയിരിക്കണം അവിടെ ഉണ്ടാവേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞ ജ്വല്ലറീസിൻ്റെ കേസ് പറയുമ്പോൾ ഇയറിങ്സ്, വാച്ച്, റിങ്, നെക്ലേസ്, അതുപോലെ തന്നെ ചെയിൻസ് അല്ലെങ്കിൽ വാച്ച് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്യണം. ഓൺലി എക്സെപ്ഷൻ വരുന്നുള്ളത് വെഡ്ഡിങ് റിങ്ങും അതുപോലെ തന്നെ വെഡ്ഡിങ് മാല ഉണ്ടാവില്ലേ, അതും എന്താണ്, സ്റ്റോൺസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആ ടൈപ്പ് ജ്വല്ലറീസ് മാത്രമേ നമുക്കവിടെ വരാൻ പാടുള്ളൂ. പിന്നെ വാഷ് ചെയ്യണം നമ്മുടെ ഹാൻഡ്സ് പ്രോപ്പർലി. നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപും അതുപോലെ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകണം. അതുപോലെ തന്നെ ഇൻ ബിറ്റ്വീൻ നമ്മൾ ആ വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോഴും നമ്മൾ വാഷ് ചെയ്യണം.
പിന്നെന്താ പറഞ്ഞാൽ നമ്മൾ റെസ്റ്റ് റൂമിൽ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ സ്മോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴൊക്കെ നമ്മളെ ഹാൻഡ് നമ്മൾ പ്രൊഡക്ഷൻ ഏരിയയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോഴൊക്കെ ഹാൻഡ് വാഷിങ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ഹെയർ കവറിങ്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഹെയർ കവറിങ് എപ്പോഴും നമ്മളൊരു ടൈറ്റ് മെഷ് യൂസ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ എന്തെങ്കിലും ഇഞ്ചുറീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ ഇഞ്ചുറീസൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന സ്നീസിങ് കഫിങ് ആൾക്കാരൊന്നും അകത്ത് കയറാൻ പാടില്ല. പിന്നെ ചെറിയ ചെറിയ ഇഞ്ചുറീസ് ആണെങ്കിൽ നമ്മൾ ബാൻഡേജസ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് അതിന് മേലെ ഗ്ലൗസും വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അത് ക്ലീൻ ചെയ്യണം. ഈ ഗ്ലൗസ് നമ്മൾ യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സാധനം യൂസ് ചെയ്യല്ല, അപ്രോപ്രിയേറ്റ് ഇൻ്റർവെൽസിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഗ്ലൗസും മാസ്കൊക്കെ റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇടയിൽ ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ ചിലപ്പോൾ നമ്മൾ തലയിൽ തൊടാം, അല്ലെങ്കിൽ കണ്ണിൽ തൊടാം, അല്ലെങ്കിൽ മുഖത്ത് തൊടാം. അങ്ങനെ പലതരം സർഫസിൽ നമ്മൾ ടച്ച് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഫുഡ് പ്രൊഡക്റ്റിലോട്ട് കൈ കൊണ്ടുപോകാൻ പാടില്ല. ഓക്കെ. പിന്നെ നമ്മുടെ ഹെഡ് സ്ക്രാച്ച് ചെയ്തിട്ട് അങ്ങനെയൊന്നും ഒരു തരത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറഞ്ഞിരിക്കുന്ന. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ കൈ വാഷ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഗ്ലൗസ് റിമൂവ് ചെയ്യാം. ഓക്കെ. പിന്നെ ചൂയിങ് ടൊബാക്കോ ആ കാര്യങ്ങൾ പറഞ്ഞില്ലേ, സ്മോക്കിങ്, ചൂയിങ് ടൊബാക്കോ, അതുപോലെ തന്നെ ഫിംഗർ നെയിൽസ് നമ്മളിങ്ങനെ ട്രിം ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെ കാര്യങ്ങൾ ചൂയിങ് ഗം അങ്ങനത്തെ ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എവിടെ വെച്ചിട്ടാണ്, പ്രോപ്പറായിട്ടുള്ള സ്ഥലത്ത് വെച്ച് നമ്മൾ ചെയ്തതിന് ശേഷം മാത്രം അകത്തേക്ക് കയറുക. പ്രൊഡക്ഷൻ ഏരിയനകത്ത് ഇതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. സ്മോക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവിടെ നിന്ന് നമ്മൾ സ്മോക്കിംഗ് ചെയ്തതിന് ശേഷം കൃത്യമായി വാഷ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രം അകത്തേക്ക് കയറാൻ ശ്രമിക്കുക എന്നല്ല, അങ്ങനെ ചെയ്യാം. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള കാര്യങ്ങൾ ആൾക്കാരാണെങ്കിൽ ഒരിക്കലും ഇതിനകത്തേക്ക് കയറാതിരിക്കുക. പിന്നെ ഫുഡൊന്നും അതിനകത്തുനിന്ന് കഴിക്കാണ്ടിരിക്കുക. പിന്നെ നമ്മൾ ചിലപ്പോൾ നമ്മൾ സ്പെക്സ് ഒക്കെ വെയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അത് നമ്മളിങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുമല്ലേ, ആ ശരിയാക്കിയതിന് ശേഷവും നമ്മൾ കൈ വാഷ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് യൂണിഫോംസ് നേരത്തെ പറഞ്ഞല്ലോ, ഷർട്ട് ആണെങ്കിൽ എങ്ങനെ വേണം, അതുപോലെ തന്നെ ഇൻഷർട്ട് ആയിരിക്കണം. യൂണിഫോം ഡെയിലി നമ്മൾ മാറ്റുന്നതായിരിക്കണം, കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ടുള്ള യൂണിഫോംസ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഓൺലി ലോങ് പാൻസ് ആർ പെർമിറ്റഡ് ഇൻ ദ പ്ലാൻ. ഓക്കെ, ലോങ് പാൻസ് ആണ് പൊതുവെ ഇതിനകത്ത് പെർമിറ്റ് ചെയ്യുന്നുള്ളത്. പിന്നെ ഡോർ, നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ നമ്മുടെ പ്രൊഡക്ഷൻ ഏരിയയിൽ ഉണ്ടാകുന്ന ഡോർ ഉണ്ടല്ലോ, അത് ടൈറ്റ് ഫിറ്റിംഗ് ആയിരിക്കണം, ഇല്ലെങ്കിൽ പെസ്റ്റിനൊക്കെ അകത്തേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം തുറന്നിട്ടുണ്ടെങ്കിൽ അത് സെൽഫായിട്ട് ക്ലോസ് ചെയ്യുന്ന തരത്തിലുള്ള ഡോർ ആയിരിക്കണം. അതാകുമ്പോൾ ആരെങ്കിലും മറന്നുപോയാൽ തന്നെ അത് ഓട്ടോമാറ്റിക്കലി പോയിട്ട് ക്ലോസ് ആയിക്കോളും. അത്തരത്തിലുള്ള ഡോർ ആയിരിക്കണം നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സാധനങ്ങൾ എന്തെങ്കിലും നമുക്ക് റോ മെറ്റീരിയൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാനുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള റാക്സിൽ അല്ലെങ്കിൽ പാലറ്റ്സിൽ വേണം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഡാമേജ്ഡ് ആയിട്ടുള്ള റാക്കോ പാലറ്റ്സോ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതൊക്കെ റിമൂവ് ചെയ്യേണ്ട സമയത്ത്, അതായത് റീപ്ലേസ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. പിന്നെ നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സൊക്കെ നമ്മൾ പ്രൊഡക്ഷൻ ഏരിയയിൽ കൊണ്ടുപോകാൻ പാടില്ല. അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്യുക, ഇല്ലെങ്കിൽ ക്രോസ് കണ്ടാമിനേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെയാണ്. പിന്നെ റെക്കോർഡ് കീപ്പിങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ആ റെക്കോർഡ് കീപ്പിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ലബോറട്ടറി ഡയറക്ടർ ഉണ്ട്, അദ്ദേഹം അത് കറക്റ്റായിട്ട് കീപ്പ് ചെയ്തിരിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, എന്തൊക്കെ കണ്ടാമിനേഷൻ വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ലബോറട്ടറി ഡയറക്ടർ അത് കീപ്പ് ചെയ്തിരിക്കണം. പിന്നെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ എക്സ്റ്റീരിയറും നല്ലൊരു കണ്ടീഷനിലായിരിക്കണം എപ്പോഴും ഉണ്ടാവേണ്ടത്. എക്യുപ്മെൻ്റൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ഒരു നല്ലൊരു സാനിറ്ററി കണ്ടീഷനിലായിരിക്കണം നമ്മുടെ മൊത്തം ബിൽഡിങ് വരേണ്ടത്. സെൽഫ് ക്ലോസിങ് ഡോർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ബിൽഡിങ്ങിനകത്ത് ഇൻസെക്റ്റോ ബേർഡ് അങ്ങനത്തെ ഒന്നും വരാൻ പാടില്ല. പക്ഷികളൊക്കെ വന്ന് കൂട് കെട്ടുന്ന ബിൽഡിങ്സ് ഒക്കെ ഇല്ലേ, അങ്ങനെയൊന്നും വരാൻ പാടില്ല. അതൊക്കെ നമ്മൾ കവർ ചെയ്യേണ്ട സ്ഥലങ്ങളിലൊക്കെ കവർ ചെയ്തിട്ട് ഉണ്ടാവേണ്ടതാണ്. പിന്നെ അഡിക്വേറ്റ് വെന്റിലേഷനൊക്കെ ആവശ്യമാണ്, അതായത് ഫ്രഷ് എയറൊക്കെ ഇതിനകത്തേക്ക് ആവശ്യമാണ്. അപ്പോൾ അതിനൊക്കെയുള്ള ഓപ്പണിങ്സ് വേണം. പക്ഷേ അതെപ്പോഴും ഇൻസെക്ട്സും അതുപോലെ തന്നെ നമ്മുടെ ബേർഡ്സ് കാര്യങ്ങളൊന്നും പെസ്റ്റൊന്നും വന്ന് കയറാത്ത തരത്തിലുള്ള ഓപ്പണിങ്സ് ആവണം. പിന്നെ നമ്മുടെ യൂസ് ചെയ്യുന്ന വാട്ടർ എന്ന് പറയുന്നത് പോർട്ടബിൾ വാട്ടറാണ് യൂസ് ചെയ്യേണ്ടത്. ആ വാട്ടറും നല്ല ക്ലീൻ ആയിട്ടുള്ള വാട്ടർ ആയിരിക്കണം. പിന്നെ വിസിറ്റർ റൂൾ, വിസിറ്റേഴ്സ് ആരെങ്കിലും എപ്പോഴെങ്കിലും, അതായത് ഇപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വരാറുണ്ടല്ലോ. അപ്പോൾ അതുപോലുള്ള ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ അവരെപ്പോഴും ആ പ്ലാന്റിനകത്തുള്ള നമ്മുടെ ഇൻഡസ്ട്രീനകത്തുള്ള എല്ലാ റൂൾസും ഫോളോ ചെയ്തിരിക്കണം. അവരും ഗ്ലൗസ്, മാസ്ക്, അതുപോലെ തന്നെ ഹെയറൊക്കെ കവർ ചെയ്തിട്ട് മാത്രമേ അതിനകത്തേക്ക് വരാൻ പാടുള്ളൂ. പിന്നെ അതിനകത്ത് GMP പോളിസീസ് അനുസരിച്ചിട്ട് മാത്രമേ അവർ പെരുമാറാനും പാടുള്ളൂ. കഫിങ്, സ്നീസിങ് പോലുള്ള അസുഖങ്ങളുള്ള ആൾക്കാരെ അതിനകത്തേക്ക് എൻ്റർ ചെയ്യാൻ നമ്മൾ പാടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് GMPനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് TQM, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, നമ്മുടെ GMPൻ്റെ ഒക്കെ തൊട്ട് മേലായിട്ട്
ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻ്റ് എന്ന്. ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൻ്റെ ടൂൾസാണ് ശരിക്കും GMPയും അതുപോലെ തന്നെ HACCP എന്നൊക്കെ പറയുന്നത്. ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ മാനേജ്മെൻറ്റ് അപ്രോച്ച്. അതൊരു മാനേജ്മെൻറ്റ് അപ്രോച്ചാണ്. എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത്? എംബഡിങ് അവയർനെസ് ഓഫ് ക്വാളിറ്റി ഇൻ ഓൾ ഓർഗനൈസേഷണൽ പ്രോസസ്സസ്. എല്ലാ ഓർഗനൈസേഷണൽ പ്രോസസ്സിലും എന്താണ് ക്വാളിറ്റീനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫുഡ് ഇൻഡസ്ട്രി എടുക്കണമെങ്കിൽ ഇതെല്ലാ ഓർഗനൈസേഷനിലുമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. എല്ലാ പ്രൊഡക്റ്റിനും ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ എല്ലാ ഓർഗനൈസേഷനും ഇത് ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ TQM ഫുഡ് ഇൻഡസ്ട്രീൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ എന്താണ് ഫുഡ് പ്രൊഡക്ഷൻ്റെ നമ്മൾ ഗുഡ് മാനുഫാക്ചറിങ് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ പ്രൊഡക്ഷൻ്റെ കേസിൽ, അതുപോലെ തന്നെ റോ മെറ്റീരിയൽസിൻ്റെ സോഴ്സസിൻ്റെ കേസിൽ, അതിൻ്റെ പ്രോസസ്സിങ്, പാക്കേജിങ്, ഇവിടെ ഒക്കെ നമ്മൾ എന്താണ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എന്താണ് എക്സീഡ് ചെയ്യണം എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഫുഡ് ഇൻഡസ്ട്രിയിൽ ഉദ്ദേശിക്കുന്നുള്ളത്. ഓക്കെ, എന്താണ് പ്രൊഡക്ഷൻ സോഴ്സ്, ഇവിടെയൊക്കെ നമ്മൾ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് നമ്മൾ മീറ്റ് ചെയ്തിരിക്കണം. അതാണ് ഫുഡ് ഇൻഡസ്ട്രിയിൽ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ കോർ പ്രിൻസിപ്പിൾസ് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന TQM ചെറിയൊരു ടോപ്പിക്കാണ്. ഇതിൻ്റെ കോർ പ്രിൻസിപ്പിൾസ് പറയുകയാണെങ്കിൽ ഒന്ന് കസ്റ്റമർ ഫോക്കസ്ഡ് ആണ്. ഇപ്പോൾ ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും അത് നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൈമറി ആയിട്ട് നമ്മൾ എന്താണ് നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്? നമ്മുടെ കസ്റ്റമർ എക്സ്പെക്റ്റേഷൻ അത് മീറ്റ് ചെയ്തിരിക്കണം അല്ലേ. അപ്പോൾ കസ്റ്റമർ ഫോക്കസ്ഡ് ആയിരിക്കും. ഒന്നെന്ന് പറയുന്നത് കസ്റ്റമർ ഫോക്കസ്ഡ് ആണ്, പ്രിൻസിപ്പിൾസ് ആണ് കേട്ടോ, കസ്റ്റമർ ഫോക്കസ്ഡ് ആണ്. രണ്ടാമത് പറയുകയാണെങ്കിൽ ടോട്ടൽ ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ട്. അതായത് ഒരു ഓർഗനൈസേഷനിൽ മൊത്തം ആൾക്കാരും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ആ ക്വാളിറ്റി നമ്മൾ പറഞ്ഞു സ്റ്റാർട്ടിങ് റോ മെറ്റീരിയൽ കളക്ഷൻ തൊട്ട് എൻഡിങ് വരെ, അതിനെ നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുപോകുന്ന വരെ മൊത്തത്തിലുള്ള ആക്ടിവിറ്റിയിലുള്ള എല്ലാ ആൾക്കാരും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അത് രണ്ടാമത്തെ പ്രിൻസിപ്പിളായിട്ട് നമുക്ക് പറയാം. പിന്നെന്താണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ്. എന്താണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ് അവിടെ നടക്കുന്നുള്ളത്. അതായത് നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ മിസ്റ്റേക്ക് വരുമ്പോഴും അവിടെ നമ്മൾ എന്താണ് ആ പ്രോസസ്സിനെ പിന്നെയും ഇമ്പ്രൂവ് ചെയ്യാനാണ് ശ്രദ്ധിക്കുന്നുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ പ്രോസസ്സിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഫേർട്സ് ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ പ്രോസസ്സ് ഓറിയൻറ്റഡ് ആണ് അല്ലേ. പ്രോസസ്സ് ഓറിയൻറ്റഡ് ആണ്. നമ്മുടെ പ്രോസസ്സിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുള്ളത്. ബെറ്റർ ക്വാളിറ്റി പ്രൊഡക്റ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോസസ്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഈ TQM എന്ന് പറയുന്നത്. പിന്നെ ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ് ആണ്. അത് ഡാറ്റേനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ നടക്കുന്നത്. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് അതുപോലെ തന്നെ ഫാക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഡിസിഷൻ മേക്കിംഗ് നടക്കുന്നുള്ളത്. അത് മറ്റൊരു പ്രിൻസിപ്പിളാണ്. പിന്നെ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റമാണ്. ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒന്നിച്ചു കൂടിയിട്ടുള്ള ഒരു വർക്കാണിത്. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ കോർ പ്രിൻസിപ്പിളായിട്ട് വരുന്നുള്ളത്. ഓക്കെയാണ്. ഇനി ഇമ്പോർട്ടൻസ് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ഇമ്പോർട്ടൻസ് വരിക. ഒന്നെന്ന് പറയുന്നത് ഫുഡ് സേഫ്റ്റി അല്ലേ. ഫുഡ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റിയിലും അതുപോലെ തന്നെ സ്പോയിലേജ് ഒന്നും ഇല്ലാതെ റിസ്ക് ഒന്നും ഇല്ലാതെ കണ്ടാമിനേഷൻ ഒന്നും ഇല്ലാത്ത പ്രൊഡക്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന് ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ അതും ഒരു ഇമ്പോർട്ടൻസ് ആണ്. ക്വാളിറ്റി കൺട്രോൾ ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റും അപ്പിയറൻസും ടെക്സ്ചറും ഒക്കെ എന്താണ് നമ്മുടെ കൺസ്യൂമറിൻ്റെ എക്സ്പെക്റ്റേഷൻ പ്രകാരമായിരിക്കും. അപ്പോൾ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞു ഈ പ്രോസസ്സിലൊക്കെ എപ്പോഴും അവർ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാം ഓപ്പറേഷണൽ എഫിഷ്യൻസി ഉണ്ടാവും അല്ലേ. അതായത് കൂടുതൽ റോ മെറ്റീരിയൽസ് വേസ്റ്റ് ആവാണ്ട് എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഇവരെപ്പോഴും ഈ പ്രോസസ്സ് ചെയ്യുന്നുണ്ടാകുന്നത്. ചെറിയ കോസ്റ്റിൽ നല്ല ഈൽഡ് അതായിരിക്കും അവരുടെ ഉദ്ദേശമായിട്ട് വരിക. ഓപ്പറേഷണൽ എഫിഷ്യൻസി എന്ന് നമുക്ക് പറയാം. പിന്നെ റെപ്യൂട്ടേഷൻ ആൻഡ് ബ്രാൻഡ് ലോയൽറ്റി. റെപ്യൂട്ടേഷൻ അതായത് ഒരു നല്ല പ്രൊഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ എന്താണ് നല്ലൊരു കമ്മിറ്റ്മെൻറ്റ് നമ്മൾ ക്വാളിറ്റി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ് കസ്റ്റമേഴ്സിൻ്റെ ഒരു വിശ്വാസ്യത കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ റെപ്യൂട്ടേഷനും ബ്രാൻഡും ലോയൽറ്റി നമുക്കവിടെ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെയാണ്. അപ്പോൾ ഇത്രയാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. പിന്നെ പ്രോസസ്സ് ഇമ്പ്രൂവ്മെൻ്റ് ആണ് നടക്കുന്നുള്ളത്. എംപ്ലോയീസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. പിന്നെ ഒരു കാര്യമുള്ളത് സപ്ലയർ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. അതായത് നമ്മൾ പലതരത്തിലുള്ള റോ മെറ്റീരിയൽസിനെ സോഴ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ സപ്ലയേഴ്സായിട്ട് ഒരുപാട് ബന്ധപ്പെട്ടിരിക്കുകയാണ് അതിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കൊലാബറേഷൻ നമ്മുടെ സപ്ലയേഴ്സായിട്ട് എപ്പോഴും ഒരു കൊലാബറേഷൻ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ടുണ്ടെങ്കിൽ സപ്ലൈ ചെയിനിൽ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ടുണ്ടെങ്കിൽ നമുക്കത് ശരിയാക്കണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരു
സപ്ലയേഴ്സുമായിട്ടൊരു കൊലാബറേഷൻ ഉണ്ടാവണം. ഓക്കെയാണ്. അപ്പോൾ ഇത്രയാണ് TQM കുറിച്ച് ജനറലായിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് ഈ TQM യൂസ് ചെയ്യുന്നുള്ള കുറച്ച് ടൂൾസ് പറയാം. കുറച്ച് ടൂൾസ് പറയാം. എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിലായില്ലേ? ഇനി ഇതിൻ്റെ ടൂൾസ് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ HACCP. ഓക്കെ, HACCP എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി അത് വീണ്ടും പറയുന്നില്ല. പക്ഷേ ഓർത്തു വെക്കുക, TQM ഒരു ടൂളായിട്ടാണ് HACCP വരുന്നുള്ളത് അല്ലേ. അതൊരു സിസ്റ്റമിക് അപ്രോച്ചാണ്. അതിനകത്ത് എന്താണ്, നമ്മൾ ആ ഹസാർഡിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവിടെ ഏത് പ്രോസസ്സിലാണ് മാറ്റം വരുത്തേണ്ടതെന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് ഫുഡ് സേഫ്റ്റി എൻഷുർ ചെയ്യാണ് ചെയ്യുന്നുള്ളത്. പിന്നെ ഒന്നാണ് 6 സിഗ്മ. ഓക്കെ, അടുത്തൊരു ടൂളാണ് 6 സിഗ്മ എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഡാറ്റ ഡ്രിവൺ ടെക്നോളജിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞില്ലേ. ഡാറ്റ ഡ്രിവൺ മെത്തഡോളജിയാണ് നമ്മുടെ TQM യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തഡോളജിയാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഫുഡിനകത്തുള്ള ഡിഫക്ട്സ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ഒരു ടെക്നോളജിയാണ് 6 സിഗ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ റൂട്ട് കോസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്താണോ പ്രശ്നം അതിൻ്റെ റൂട്ട് കോസ് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു മെത്തേഡാണ് 6 സിഗ്മ എന്ന് പറയുന്നത്. പിന്നെ കൺട്രോൾ ചാർട്ട്, ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് വരുന്നുള്ള ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ചാർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമല്ലോ. അതായത് നമ്മൾ ഈ പ്രോസസ്സ് ഒരു ഓവർ ടൈം എത്ര കാലം നമ്മൾ ചെയ്തിരിക്കുന്ന, ഈ വർഷങ്ങളോളം ചെയ്തിരിക്കുന്ന ആ പ്രോസസ്സിൻ്റെയൊക്കെ ഒരു ചാർട്ട്, അതിനകത്തുള്ള വേരിയേഷൻസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ ആയിരിക്കും നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിനെ അഫക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് കൺട്രോൾ ചാർട്ട് എന്ന് പറയുന്നത്. അടുത്തതാണ് ഫിഷ് ബോൺ ഡയഗ്രാം. ഇതിന് നമ്മൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇഷിക്കാവ എന്നറിയപ്പെടും. ഇതും എന്താണ്, ഒരു കോസ് ആൻഡ് എഫക്റ്റ് ഡയഗ്രമാണ്. ഫിഷ് ബോൺ ഡയഗ്രാം എന്നല്ലേ പറഞ്ഞത്, കോസ് ആൻഡ് എഫക്റ്റ് ഡയഗ്രാം. കോസും അതുപോലെ തന്നെ എഫക്റ്റ് ഡയഗ്രമാണിത്. പിന്നെ ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂട്ട് കോസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ഒരു മെത്തേഡാണ്. ഫുഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സിനകത്ത് എന്നുള്ള കോസ് ആൻഡ് എഫക്റ്റ്. അപ്പോൾ ഇവിടെയും നമുക്ക് റൂട്ട് കോസ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതും ഇഷിക്കാവയും അതുപോലെ തന്നെ 6 സിഗ്മയാണ് റൂട്ട് കോസ് കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ള ഒരു സിസ്റ്റം. പിന്നെ അടുത്ത വരുന്നതാണ് പാരറ്റോ അനാലിസിസ്. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്നഫിഷ്യൻസി, നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഇൻഡസ്ട്രിയിനകത്ത് എന്താണ് മെയിനായിട്ടുള്ള പ്രശ്നം, എന്താണ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് കോസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിഷ്യൻസി എന്താണ്, ഡിഫക്റ്റ് എന്താണ്, അതുപോലെ തന്നെ എവിടെയാണ് അതിൻ്റെ ഇന്നഫിഷ്യൻസി എന്നൊക്കെ മനസ്സിലാക്കുന്ന സാധനമാണ് പാരറ്റോ അനാലിസിസ്. അങ്ങനെ ഒരു ടൂളാണ് പാരറ്റോ അനാലിസിസ്. അടുത്തതാണ് ബെഞ്ച് മാർക്കിംഗ്. ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ്, പ്രോസസ്സ് അതുപോലെ തന്നെ പ്രാക്ടീസസ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സിനായിട്ട് കമ്പയർ ചെയ്യാണ്. നമ്മുടെ പ്രോസസ്സിനെയും പെർഫോമൻസിനെയും നമ്മുടെ എന്താണ് പ്രാക്ടീസസിനെയൊക്കെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സുമായിട്ട് ഇവിടെ കമ്പയർ ചെയ്യുകയാണ്. അല്ലെങ്കിൽ മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സുമായിട്ട് ഇവർ കമ്പയർ ചെയ്യുന്നു ഈ മെത്തേഡിലൂടെ. എന്നിട്ട് മനസ്സിലാക്കുന്നു എവിടെയാണ് നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യമായിട്ടുള്ളതെന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ബെഞ്ച് മാർക്കിംഗ്. ഇനി ഒന്നാണ് ലാസ്റ്റ് QFD എന്ന് പറയും. എന്താണ്, ക്വാളിറ്റി ഫംഗ്ഷൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയും. ഇവിടെ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോളിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ള കുറച്ച് സ്പെസിഫിക്കേഷൻസ് ആണ്. അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസാണ് ക്വാളിറ്റി ഫംഗ്ഷൻ ഡെവലപ്മെൻറ്റ്. ഓക്കെ, ബെഞ്ച് മാർക്കിംഗ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെയും അതുപോലെ തന്നെ പ്രോസസ്സിനെയുമായി ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എവിടെയാണ് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടതെന്ന് മനസ്സിലാക്കുന്നു. പാരറ്റോ അനാലിസിസിന് എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഡിഫക്റ്റ്, എവിടെയാണ് ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നു. പിന്നെ ഫിഷ് ബോൺ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഡയഗ്രാമാണെന്ന് പറഞ്ഞു അല്ലേ. എന്താണ്, കോസ് ആൻഡ് എഫക്റ്റ് ഡയഗ്രാമാണ്. അതും റൂട്ട് കോസ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. ഇഷിക്കാവ എന്നറിയപ്പെടുന്നു. പിന്നെ കൺട്രോൾ ചാർട്ട്, അത് ഓവർ ഇയേഴ്സിലുള്ള വേരിയേഷൻ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിട്ട് എവിടെയാണ് നമുക്ക് പ്രശ്നം വരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 6 സിഗ്മ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ്. റൂട്ട് കോസ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ പഠിച്ച നമ്മുടെ HACCP. എത്രയാണ് ഇതിൻ്റെ ടൂൾസായിട്ട് വരുന്നുള്ളത്. അപ്പോൾ ടൂൾസ് കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് എങ്ങനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും, ഈ പറഞ്ഞിരിക്കുന്ന TQM ഒരു ഇൻഡസ്ട്രീനകത്ത് നമ്മളെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഒന്നെന്ന് പറയുന്നത് ലീഡർഷിപ്പ് കമ്മിറ്റ്മെൻറ്റ് വേണം. ലീഡർഷിപ്പ് കമ്മിറ്റ്മെൻറ്റ് വേണം. അതായത് മാനേജ്മെൻറ്റിന് ഒരു ഇൻട്രസ്റ്റ് വേണം അല്ലേ. TQM നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ഇനീഷ്യേഷൻ ആരെടുക്കണം, മാനേജ്മെൻറ്റ് എടുക്കണം. എന്നിട്ട് എന്താണ്, അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. എന്തൊക്കെ നമുക്ക് ചെയ്യാം, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് മറ്റുള്ള എംപ്ലോയീസായിട്ടും കാര്യങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാമെന്നൊക്കെ ചെയ്യേണ്ടതാണ്. അതാണ് ലീഡർഷിപ്പ് കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
എന്താണ് മാനേജ്മെൻറ്റിന് എപ്പോഴും ഒരു ഇനീഷ്യേഷൻ എടുക്കാനുള്ള ഇതുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്കിത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ എംപ്ലോയീസിന് ഇതിനെക്കുറിച്ച് അറിയണമെന്നില്ലല്ലോ, അവർക്കൊരു ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും കൊടുക്കുക. എംപ്ലോയീസിന് ഇതിനെക്കുറിച്ച് നല്ല ട്രെയിനിങ് കൊടുക്കുക, എങ്കിൽ മാത്രമേ അവർക്ക് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും സേഫ്റ്റി പ്രാക്ടീസസും ടൂൾസൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, പിന്നെ ക്വാളിറ്റി സർക്കിൾസ് ഉണ്ടാക്കുക. ക്വാളിറ്റി സർക്കിൾസ് എന്ന് പറയുമ്പോൾ ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സാണ്. അവർ എന്താണ് റെഗുലർലി ചെക്ക് ചെയ്യണം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അവർ മീറ്റ് ചെയ്യുന്നുണ്ടോ, എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് വേണം, എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മളെ താഴത്തെ ലെവൽ തൊട്ട് ഇവരിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ക്വാളിറ്റി സർക്കിൾസ്. അതുപോലെ തന്നെ ക്വാളിറ്റി ഓഡിറ്റ്സ്, നമ്മൾ ഇയർലി അല്ലെങ്കിൽ ഹാഫ് ഇയർലിയിൽ നമ്മൾ വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ ഓഡിറ്റ്സ് കീപ്പ് ചെയ്യണം. റെഗുലറായിട്ടുള്ള ഓഡിറ്റ് കീപ്പ് ചെയ്യണം. അങ്ങനെ ഓഡിറ്റ് കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ്സൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് കസ്റ്റമർ ഫീഡ്ബാക്ക് വേണം. കസ്റ്റമേഴ്സിൽ നിന്ന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അതായത് സർവേയിലൂടെ അല്ലെങ്കിൽ റിവ്യൂസിലൂടെയൊക്കെ നമ്മളിത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അതിലൂടെയും ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. പിന്നെ സപ്ലയർ പാർട്ട്ണർഷിപ്പ് വേണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സപ്ലയേഴ്സുമായിട്ടൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതിനെ നേരിടാൻ സാധിക്കുകയുള്ളൂ. അത്രയാണ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് പറയുന്നത്. നെക്സ്റ്റ് ചാലഞ്ചസ് ആണ്. അതായത് ഈ TQM നേരിടുന്നുള്ള കുറച്ച് ചാലഞ്ചസ് ആണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഒന്നെന്ന് പറയുന്നത് റെഗുലേറ്ററി കംപ്ലയൻസ് ആണ്. നമുക്കറിയാം ഫുഡ് റെഗുലേഷൻസ് എന്നൊക്കെ പറയുന്നത് സ്ട്രിക്റ്റ് ആണ്, അതുപോലെ തന്നെ മാറിക്കൊണ്ടേയിരിക്കുന്നുള്ള ഒരു റെഗുലേറ്ററി ആണ് ഇതിനകത്തുള്ളത്. ഫുഡ് റെഗുലേഷൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ലോക്കൽ ആയിട്ടും ഉണ്ട് സ്റ്റാൻഡേർഡ്സ്, ഇൻ്റർനാഷണൽ ആയിട്ടും സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അത് നമുക്ക് വളരെയധികം ചാലഞ്ചിങ് ആണ്. ഇത് രണ്ടും മീറ്റ് ചെയ്തുകൊണ്ട് പോകാമെന്ന് പറയുന്നത് കുറച്ച് ചാലഞ്ചിങ് ആണ്. പിന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള സപ്ലൈ ചെയിൻസ് ആണുള്ളത്, അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു ഒരുപാട് സപ്ലൈ ചെയിൻസ് ഇവിടെ വരുന്നുണ്ട്, അല്ലെ? സപ്ലയേഴ്സുമായിട്ട് ഒരുപാട് ഇൻവോൾവ്മെൻറ്റ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഒരു പ്രശ്നം ചെറിയൊരു ലെവലിൽ എല്ലാ ലെവലും നമ്മൾ ഈ സപ്ലയേഴ്സുമായിട്ടുള്ള എല്ലാ കണക്ഷനും നമ്മളെപ്പോഴും റെഗുലർലി ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ഏതെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് മൊത്തം ബാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഓരോ ലെവലിലും ഈ സപ്ലയേഴ്സിനെയും ശരിയാക്കിക്കൊണ്ട് പോകാമെന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. പിന്നെ ഷെൽഫ് ലൈഫ്, നമ്മുടെ ഫുഡ് പ്രൊഡക്ട്സിനൊക്കെ എപ്പോഴും ഷോർട്ട് ഷെൽഫ് ലൈഫാണുള്ളത്. അപ്പോൾ അങ്ങനെ ലിമിറ്റഡ് ഷെൽഫ് ലൈഫ് ആയിട്ടുള്ള പ്രൊഡക്ട്സിനെ നമ്മൾ ഫാസ്റ്റ് ആയിട്ടുള്ള എഫിഷ്യൻറ്റ് പ്രൊഡക്ഷൻ കൊണ്ടുവന്നിട്ട് ഈ ഷെൽഫ് ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ കൾച്ചറൽ ആൻഡ് ലാംഗ്വേജ് ബാരിയേഴ്സ് ഉണ്ട്. കൾച്ചറൽ ആൻഡ് ലാംഗ്വേജ് ബാരിയേഴ്സ് ഉണ്ട്. നമുക്കറിയാം നമ്മുടെ ഗ്ലോബൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരുപാട് കൊലാബറേഷൻ വരുന്നുണ്ട്. അതായത് നമ്മുടെ ഡിഫറെൻറ്റ് ടീംസ് തമ്മിലുള്ള കൊലാബറേഷൻ വരുന്നുണ്ട്. അപ്പോൾ ആ 2 ടീംസ് എന്ന് പറയുമ്പോൾ അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചറലും അതുപോലെ തന്നെ ലാംഗ്വേജ് വരുന്നുള്ള ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട്, ലിംഗ്വിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട്സ് വരുന്നുണ്ട്. അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ കോസ്റ്റ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ, അതായത് നമ്മളിപ്പോൾ ഒരു TQM ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞു എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കണം, ക്വാളിറ്റി ടൂൾസ് നമ്മൾ കൊണ്ടുവരണം, അതുപോലെ തന്നെ ഒരുപാട് എഡ്യൂക്കേഷൻ കൊടുക്കണം, റെഗുലർലി ചെക്ക് ചെയ്യണം, ഓഡിറ്റ് നടത്തണം, എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കോസ്റ്റ് അവിടെ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്, അല്ലെ? അതും ഒരു ചാലഞ്ചിങ് തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് ചാലഞ്ചിങ്ങിൻ്റെ കേസിൽ പറയാനുള്ളത്. ഇനി ഒരു ലാസ്റ്റ് ടോപ്പിക്കാണ്, അതും കൂടി കഴിഞ്ഞാൽ TQM കംപ്ലീറ്റ് ആവും. അതിൽ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെനഫിറ്റ്സ് ആണ്. ഈ TQM ചെയ്യുന്നതുകൂടി എന്തൊക്കെയാണ് ബെനഫിറ്റ്സ്? ഒന്ന്, നമുക്കറിയാം ഫുഡ് സേഫ്റ്റി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലേ? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിലൂടെ നമുക്ക് ഫുഡ് സേഫ്റ്റി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ്? നമുക്ക് എന്താണ് അതിൻ്റെ റിസ്ക് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് നമുക്ക് ശരിയാക്കിക്കൊണ്ട് അതിനെ ഓവർകം ചെയ്തുകൊണ്ട് ഫുഡ് സേഫ്റ്റി അവിടെ ഉറപ്പാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വരുന്നുണ്ട്, അല്ലേ? കസ്റ്റമറിന് നല്ല സാറ്റിസ്ഫൈഡ് ആക്കാനുള്ള എബിലിറ്റി ഉണ്ട്. അപ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വരുന്നുണ്ട്. പിന്നെ ഓപ്പറേഷണൽ എഫിഷ്യൻസി, അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എഫിഷ്യൻസി, അതായത് നമ്മൾ വേസ്റ്റേജ് കുറച്ചുകൊണ്ട് ലോ കോസ്റ്റിൽ ഹൈ പ്രൊഡക്ടിവിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അത് ഓപ്പറേഷണൽ എഫിഷ്യൻസി നമുക്ക് പറയാം. പിന്നെ വരുന്നതാണ് ബെറ്റർ എംപ്ലോയി മൊറൈൽ, അതായത് ഈ എംപ്ലോയീസ് എല്ലാം ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ എംപ്ലോയീസിനൊക്കെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസൊക്കെ അവിടെ ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അവരൊക്കെ ഇതിനകത്തേക്ക് നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ബ്രാൻഡ് റെപ്യൂട്ടേഷൻ, അതും ഒരു ബെനഫിറ്റായിട്ട് നമുക്ക് പറയാം. പിന്നെ പ്രോഫിറ്റബിലിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതും ഒരു ബെനഫിറ്റ് തന്നെയാണ്. പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും നമുക്കിവിടെ സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ്? വേസ്റ്റ് കുറക്കുന്നുണ്ട്, എഫിഷ്യൻസി കൂട്ടുന്നുണ്ട്,
പിന്നെ ഡിഫക്ട്സ് ഒക്കെ കുറയാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് പ്രോഫിറ്റബിലിറ്റിയും ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ TQM ഉം HACCP GMP കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ.